എവിടേക്കാണ് കാക്കുമ്പള്? അങ്ങനെയല്ല, തുടക്കത്തിൽ ഇങ്ങനെ പറയണ്ട, ഹായ് ഗായ്സ് ഇന്ന് ഞങ്ങളെ എങ്ങോട്ടാ പോണത് വെച്ചാല് ഷിംനന്റെ വീട്ടിലേക്ക് സൽക്കാരത്തിന് പോകണം, അങ്ങനെ പറയണത് എടുക്കണ്ടേ? അതാണ് അതിന്റെ ഒരു നിയമാവലി. ഗായ്സ് പറയണ നിർബന്ധല്ലേ? പറഞ്ഞിട്ടില്ലല്ലോ. ഹലോ ഗൈസ്, അപ്പൊ ഇന്ന് നമ്മളെവിടെയാണ് പോണേ? ഇന്ന് നമ്മള് ഷിംനന്റെ വീട്ടില് ഇന്ന് നമുക്കൊരു പുയ്യാപ്ല സൽക്കാരുണ്ട്. ഞാനല്ല പുതിയാപ്ല, നമ്മളൊക്കെ പയ്യാളിയാ കേൾക്കണേ. അതെ, നിങ്ങൾക്ക് അങ്ങനെയൊക്കെ ഫീൽ ചെയ്തിരിക്കണോ അവിടുന്ന്? 2-3 കൊല്ലായില്ലേ? 3 കൊല്ലൊന്നായിട്ടില്ല. ഇല്ലേ, എൻഗേജ്മെന്റിന് 3 കൊല്ലായില്ലേ? എനിക്കാണ് വിവരം കൂടുതല്. ഏതപ്പാ വിവരം എന്നറിയോ? എന്നിട്ട് പറഞ്ഞു കൊടുക്ക്, എന്താണ് പരിപാടി? പറഞ്ഞു കൊടുക്കണ്ട, നമുക്ക് കാട്ടി കൊടുക്കാം. പരിപാടി കാട്ടി കൊടുക്കാം, പറഞ്ഞിട്ടില്ല. അപ്പൊ ഞങ്ങള് പോവാം, പോണ വയ്ക്കല് കാര്യങ്ങൾ കാണിച്ചു നിങ്ങൾക്ക് ഞാൻ ശരിയാക്കല് കുറച്ച്. പോണ വയ്ക്കാരണം അവിടെ 2 കിലോമീറ്റർ അപ്പുറത്തോളം വരാം. എന്താ കാട്ടി കൊടുക്കാന്? അതല്ല, നമുക്ക് വേറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ വഴി കാണിച്ചു തരാം. 2 കിലോമീറ്റർ 2.5 കിലോമീറ്റർ ആണെങ്കിലും അതിന്റെ ഇടയിൽ എന്തെല്ലാം കാണാണ്ട്. ആയിക്കോട്ടെ, വണ്ടിമ കയറുന്ന ശരി. അൽഫാമ വന്നിട്ടാണ് കടിച്ചോണ്ട് കുട്ടികളെ പോലെ എനിക്കിപ്പോ സാധനം കിട്ടാൻ നേരം പകരം എന്റെ മതക്ക് പോകാൻ അല്ലാതെ കറക്റ്റ് സമയമാണ് ഗേറ്റ് അടച്ചു. അതല്ല, ഞാനിപ്പോ നേരെ വെക്കണേ നിങ്ങളല്ലാതെ വേറെ ആരെയും പോകാൻ പറ്റുമ്പോ പരിപാടി നമ്മളെ ചാനലിൽ നോക്കിയിരിക്കല്ലേ. ഞാൻ ഇന്നത്തെ വീഡിയോ എന്താ മട്ടം നോക്കി. ഇവര് കമന്റ് കുറവല്ലേ, ആൾക്കാർ കമന്റ് ഇല്ല. എനിക്ക് അതുകൊണ്ട് ഒരു ഇടങ്ങാറ്. ആദ്യം നമുക്ക് ഇങ്ങനെ കമന്റ് ആള് വായിച്ചാണ് പുറത്ത് വരില്ലേ. എന്താ വെച്ചാല് നമ്മൾ മര്യാദക്ക് വീഡിയോ ഇടണേ, എന്നാല് കൊടുത്താലേ കിട്ടുള്ളൂ. അങ്ങനെ ഞാനും കാക്കെത്തിയപ്പോഴൊന്നും ഓൾക്ക് വലിയൊരിതില്ലേനി. പിന്നെ ഞങ്ങൾ വരുന്നൊന്നും ഒക്കെ അറിയില്ലേനി. എന്നാലും ഞങ്ങളെ കണ്ടപ്പോൾ എക്സൈറ്റ്മെൻ്റ് ഒന്നുമില്ല. ഞങ്ങൾ പുതിയ ആപ്പിളിനും പുതിയണ്ണേനും കണ്ടപ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻറ്റ്. ഓൾ വരുന്നൊന്നും ഓൾക്ക് അറിയില്ലേനി. ഞങ്ങൾ ഇടയ്ക്ക് ചെല്ലണതല്ലേ, അപ്പോൾ വലിയ കാര്യമൊന്നും ഇല്ലേനിയും. മുത്തുകാർക്ക് പറഞ്ഞു ഓൾ ബർത്ത്ഡേ അല്ല, അപ്പം നമുക്കൊന്ന് എന്താ കാര്യമൊന്നുമില്ല. ഞാനും പറഞ്ഞില്ലല്ലോ ഓൾ ബർത്ത്ഡേ ആണ്, അപ്പോൾ ഓൾക്ക് സർപ്രൈസ് ആയിട്ട് നമുക്ക് പോകാനാണ് അങ്ങനെ പോയത്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഭക്ഷണമൊക്കെ കഴിച്ച് കുറച്ച് നേരം സംസാരിച്ചൊക്കെ ഇരുന്നു കേട്ടോ പോകുന്നത്. പിറ്റേന്ന് രാവിലെ എനിക്ക് ക്ലാസ് ഉണ്ടല്ലോ, ക്ലാസ്സിന് എന്നെ കൊണ്ടേക്കാൻ വേണ്ടിയിട്ട് കാക്കു പോരുകയാണ്. ക്ലാസ്സൊക്കെ ഒറ്റൊന്നും കൊണ്ടേക്കില്ല, അവിടെ വണ്ടൂരോ അവിടെ നിന്ന് ബസ് കിട്ടുമ്പോൾ അവിടെ നിന്ന് കയറ്റി വിടും. അതാ പരിപാടി. ആരോട് നിങ്ങളെ ചിരിച്ചു? ഞാൻ ആക്കി തരൂല അവിടെ എത്തില്ലേ. അല്ലാതെ അതാ നിങ്ങൾക്കൊരു ഇങ്ങനൊരു ഇഷ്ടം കൊണ്ടൊന്നല്ല. അല്ല, ബൈക്കിന്ന് ബസ്സാണെങ്കിൽ ബസ്സിൽ കയറ്റി വിടാലോ. ബൈക്കിന്ന് ബസ്സിന് വണ്ടിയിലാകും. ഇങ്ങനെ പോകുന്നു ഇവിടെ വരെ എത്തില്ലേ. ഇനി വേറെ പെണ്ണുങ്ങളെ നോക്കണ്ട, വേ വിട്ടോളിയും. ശരി, ഓക്കെ. ഗൈസിനൊക്കെ ഒന്ന് സംഭവം കാണിച്ചു കേട്ടോ. നമ്മുടെ ക്ലാസ് കഴിഞ്ഞ് വന്നപ്പോണ്ട് ഇവിടെ ഒരാൾ എന്തോ കാര്യമായിട്ട് ഇപ്പം നിങ്ങളിങ്ങനെ ഒരു കൊണ്ട് എന്തിനാ ചെറുള്ളിയൊക്കെ ചമ്മന്തിയാ സ്പെഷ്യൽ കൊക്കോട ഉണ്ടാക്കി തരാം. എന്ത് കൊക്കോട? ഞാൻ പോന്നപ്പോഴേ ഇപ്പതാക്കണ് ഇവിടെ കണ്ടില്ല, യൂണിഫോമിൽ വന്നാണ്ട് ഇങ്ങനെ നിൽക്കണം. ഇപ്പോൾ ക്ലാസ് കഴിഞ്ഞാണ്ട് വരികയാണ് അല്ലേ. അത് ഞാൻ പോന്നപ്പോ ഞാൻ കരുതി അവിടുന്ന് പോകുമ്പോ ചായ കൊക്കോടൊക്കെ കുടിച്ചാലോ എന്ന് ഇങ്ങനെ കരുതി. അപ്പൊ വാങ്ങി തന്നോടേനോ? അല്ല, അപ്പൊ ഞാൻ കരുതി പിന്നെ ശരി പോയത് ഇപ്പൊ പോവാണെങ്കിൽ ഒരു 15 മിനിറ്റിന്റെ പരിപാടി. 15 മിനിറ്റിന്റെ പരിപാടി നിങ്ങൾക്ക്, പിന്നെ ഒരു 20 മിനിറ്റിന്റെ പാത്രം മോറലും വൃത്തിയാക്കലും വെച്ചു. നോ പ്രോബ്ലം. നമ്മളൊരു പണിയെടുക്കുകയാണെങ്കിൽ വൃത്തിയാക്കിയിട്ട് എടുക്കുള്ളൂ. എവിടുന്ന് കിട്ടും ഇങ്ങനത്തെ ഒരു തങ്കപ്പഴത്തിനെ? പ്രൊഫഷണൽ ഷെഫ്. കട്ടിംഗ് ബോർഡ്, പ്രൊഫഷണൽ ഷെഫിന് കട്ടിംഗ് ബോർഡ്. കട്ടിംഗ് ബോർഡ് ഒക്കെ നിങ്ങൾ തന്നെ കേട്ടോ. ഞാൻ കൂടിത്തരണോ? നോക്കട്ടെ ഉണ്ടോന്ന്, അല്ലെങ്കിൽ നിങ്ങൾ പോയി വാങ്ങേണ്ടി വരും. ഉള്ളി നല്ല ഫൈനായിട്ട് ചോപ്പ് ചെയ്യാം. ചോപ്പിലല്ല സ്ലൈസ് ചെയ്യാം. പച്ചമുളക്, ചെറുള്ളി ഇട്ടോ, കറിവേപ്പില, ഇഞ്ചി, ചെറുള്ളി കുറച്ചിട്ടോ മതി ഫ്ലേവറിന് വേണ്ടി. ഉപ്പ്, കുറച്ച് കാശ്മീരി അതിട്ടോ. നല്ല കളറുണ്ട്. പൊടി കടലപ്പൊടി ഗോതമ്പൊടി, ആട്ടപ്പൊടി,
ഇങ്ങനെ ഉണ്ടാക്കിയാൽ നമ്മൾ പിന്നെ പിന്നെ ഉണ്ടാക്കും അല്ലേ? ശരി. ഇത് ഉള്ളിവടെ ഇതാണ് നിങ്ങളെ പണിയെടുത്തിരിക്കുന്നത്. ആകെ പറയിച്ചു ഒക്കെ റെഡി ആയിട്ട് പിടിച്ച് ഞാൻ വരെ ചാടിച്ചാണ് ഉണ്ടാക്കി തരും. എന്താ പ്രൊഫഷണൽ ആയിട്ട് കട്ടൻ ചായ വയ്ക്കാൻ അറിയില്ല. അതെ, എന്തെങ്കിലുമൊക്കെ തിന്നണമെങ്കിൽ ഇങ്ങനെ വല്ല ഓണാക്കിയിട്ട് അത് ഇറങ്ങൂല. അത് ഓഫായി എങ്ങനെയുണ്ട്? അടിപൊളിയായിക്കണം. സംഭവം രസമായിക്കണം. ചായ പോലെ അവിടെ ചായ ഉണ്ടാക്കിയതാണ്. കുടിച്ചോണ്ട് അല്ല പോതെങ്കിലും കുടിച്ചോണ്ടല്ലോ. അത് കുഴപ്പമില്ല, ചായ ഇട്ടാൽ കല്യാണം സംഭവം രസമുണ്ട്. ഞാൻ അത്ര പ്രതീക്ഷിച്ചിട്ടില്ല. നല്ല ക്രിസ്പി ആൻഡ് ക്രിഞ്ചി അല്ലേ? മുളക് പൊടി ഇട്ടുണ്ട് ടേസ്റ്റ് പറയാം. ഞാൻ പറഞ്ഞു എല്ലാരോട് എന്തൊക്കെ ഇടണമെന്നില്ല. ഞാൻ ഇട്ടോണ്ടാണ്. അല്ല ഞാൻ പറഞ്ഞൊന്നുണ്ടല്ലോ അല്ലേ? അതൊക്കെ മറ്റേ ഇതുണ്ട്, വലിയ പാണിയിൽ പറഞ്ഞ മുന്നിൽ ഒരു നാരങ്ങ വെച്ചു. നാരങ്ങൻ്റെയും മുളകിൻ്റെയും വിചാരം ഇതിനെന്താ അതിൻ്റെ ഒരു ശക്തി ഉണ്ടല്ലോ, അതിൻ്റെ ഒരു ശക്തി കൊണ്ടാണ് ഇത് എവിടെയും പോയി എടുക്കാത്തതെന്ന്. ഇല്ലേ? അല്ലാതെ അതിൻ്റെ എഞ്ചിനും അതിൻ്റെ ഇതൊന്നും ഒന്നുമല്ല. ആ നാരങ്ങ കോപ്പി പേസ്റ്റ് ചങ്ങായി പറയണ്ട. ആയിക്കോട്ടെ, ഇപ്പൊ ഡീസൻ്റ് ആയിട്ട് ഇരിക്കണം. ബ്ലോഗ് എടുക്കുമ്പോ പൈക കൂതറയാട്ടെ. ഒന്നുമില്ലാതെ കഴിയൂല.